വാർത്തകൾ വിശദമായി. IPL വിജയാഘോഷത്തിനിടെ ഉണ്ടായ ദുരന്തത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ദുരന്തത്തിൽ പരിക്കേറ്റ 47 പേരും അപകടനില തരണം ചെയ്തു. സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, ആർപ്പുവിളികൾ വലിയൊരു നിലവിളിയിലേക്ക് കടന്ന ദുരന്തമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിൽ 11 പേർ മരിച്ചു. അതിൽ മലയാളിയുമുണ്ടെന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ്. 47 പേരുടെ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിലവിൽ ദുരന്തം സമ്മതിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. നിലവിൽ ഇവിടെ ആർക്കാണ് പിഴവ് പറ്റിയത്? ഗവൺമെന്റിനാണോ അതോ വഴിവിട്ട ആരാധനയ്ക്കാണോ? പ്രധാനമായും ഇതൊരു സമ്മർദ്ദത്തിന് പുറത്തായിരുന്നു കർണാടക സർക്കാർ ഇതുപോലെ അനുമതി നൽകിയെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ IPL ഈ കന്നി കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിജയാഘോഷത്തിനിടെയാണ് ഇതുപോലെ തിക്കിലും തിരക്കിലും പെട്ട് ഈ 11 പേർക്ക് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതിലൊരു മജിസ്ട്രേറിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമായും കർണാടക സർക്കാർ. അത് ദുരന്തത്തിനിടയിലും ഒരു വിജയാഘോഷം നടന്നു എന്ന വിമർശനങ്ങൾ പ്രതിപക്ഷമടക്കം BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിൽ 15 ദിവസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം നേടുമെന്നും ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിട്ടുണ്ട്. ഇത് DK ശിവകുമാർ ഇപ്പോൾ ഒരു പൊതുജനത്തോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനമായും ഒരു കുട്ടിയടക്കം 11 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ തിക്കിലും തിരക്കിലുമിട്ട അപകടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഒരു 35,000 പേർ ഇരിപ്പിടം മാത്രമുള്ള സ്റ്റേഡിയത്തിൽ 4 ലക്ഷത്തിലധികം പേർ എത്തിച്ചേർന്നതാണ് ഇതുപോലെ വലിയ ദുരന്തത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ ഈ സർക്കാർ നൽകുന്ന പ്രാഥമിക നിഗമനം. അതിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും പിന്നാലെ കർണാടക സർക്കാർ ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ അപകടം പ്രധാനമായും ഈ ആരാധകർക്ക് ഫ്രീ ആയിട്ടുള്ള പാസ് നൽകുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇത്ര അധികം 4 ലക്ഷത്തിലധികം പേർ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിനടിസ്ഥാനത്തിലായിരുന്നു ഈ തിക്കിലും തിരക്കിലും പെട്ട് അല്ലെങ്കിൽ പ്രധാനമായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ 7ാം നമ്പർ കവാടത്തിലായിരുന്നു ഗേറ്റിലായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. ഈ കുഴഞ്ഞു വീണ അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾക്ക് മീതെ മറ്റാളുകൾ വീണത് ഇതിൻ്റെ ആഘാതം കൂട്ടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ അപകടം മുന്നിൽ കണ്ട് പോലീസ് തന്നെ ഈ പരിപാടിക്ക് ആദ്യം ഒരു അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ സമ്മർദ്ദമാണ് വീണ്ടും പരിപാടി നടത്താനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് സൂചന. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കായിക ലോകത്തിലെ ഏറ്റവും 2ാമത്തെ അപകടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നലെ വൈകിട്ടോടെ ഉണ്ടായ സംഭവം. എന്തായാലും സംഭവത്തിൽ അല്ലെങ്കിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJP പ്രതിപക്ഷ നേതാവായിട്ടുള്ള അരുൺ. എന്തായാലും വിവിധയിടങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ദുരന്തത്തിൽ പരിക്കേറ്റ 47 പേരുടെ ഈ അപകടനില തരണം ചെയ്തു എന്ന ഒരു ആശ്വാസ വാർത്തയും നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം പ്രഖ്യാപിച്ച പിന്നാലെ ഇനി അറിയാൻ പറ്റിയ ഏത് രീതിയിലാണ് ഈ അപകടം സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ടോടെ ഉണ്ടായ അപകടത്തിൽ 11 പേരാണ് മരിച്ചത്. അതിൽ ഒരു കുട്ടിയടക്കം വിദ്യാംശി എന്ന 14 വയസ്സുകാരി അടക്കം 11 പേരാണ് മരിച്ചിട്ടുള്ളത്. അതിൽ 5 പേർ ബാംഗ്ലൂർ സ്വദേശിയും
ഇതിൽ 5 സ്ത്രീകളും 6 പുരുഷന്മാരുമാണെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നു. എന്നാലും സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കവെയാണ് തിക്കിലും തിരക്കിലും പെട്ട് ഇതുപോലെ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 35,000 ഇരിപ്പിടം മാത്രമുള്ള സ്റ്റേഡിയത്തിൽ 4 ലക്ഷത്തിലധികം ആളുകൾ എത്തിച്ചേർന്നതും ഈ 4 ലക്ഷം ആളുകളെ നിയന്ത്രിക്കാൻ വെറും 5,000 പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം നിയോഗിച്ചതുമാണ് ഇതുപോലെ വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള ആരോപണം. അതിന് പിന്നാലെയാണ് കർണാടക സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാവുകയും ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം പ്രഖ്യാപിച്ചതും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ 47 പേരുടെ അപകടനില തരണം ചെയ്തു എന്നൊരു വാർത്ത അല്ലെങ്കിൽ ആശ്വാസ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജുന, നിലവിൽ 35,000 പേർ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയത്തിലേക്ക് 4 ലക്ഷം ആളുകൾ വരുന്നു. അതും ഒരു പാസ് പോലും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് ആളുകൾ വരുന്നത്. ഇത്രയും ആളുകളെ നിയന്ത്രിക്കാൻ പറ്റാതെ പോലീസ് അവിടെ നിന്ന് ഉഴലുന്ന ദൃശ്യങ്ങളാണ് നമ്മളെല്ലാവരും ഇന്നലെ കണ്ടത്. ദൃശ്യങ്ങളിൽ നിന്ന് പലരും കുഴഞ്ഞു വീഴുന്നതും ഒപ്പം മരിക്കുന്നതടക്കമാണ് ദൃശ്യങ്ങളിൽ ജനം കണ്ടത്. നിലവിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടിയെ തുടർന്ന് ഈ അപകടം സംഭവിച്ചതിനെ തുടർന്ന് പരിപാടി സംഘടിപ്പിച്ചത് ഗവൺമെന്റ് അറിഞ്ഞില്ല എന്നുള്ള ഒരു ഉത്തരമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BCCയും RBCയും അടക്കം ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിലവിൽ പറയുന്നത്. ഇതൊരു വലിയ തരത്തിലുള്ള വീഴ്ചയല്ലേ? ബാംഗ്ലൂർ ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയാഘോഷത്തിന് തുടക്കം കുറിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുപോലെ ഒരു വലിയ രീതിയിലുള്ള വിജയാഘോഷം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി ഈ സർക്കാരിന് മേലെ സമ്മർദ്ദം ചെലുത്തുകയും എന്നാൽ വലിയ രീതിയിലുള്ള അപകടം മുന്നിൽ കണ്ട് പോലീസ് അതിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. എന്നാൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ സമ്മർദ്ദത്തിന് പിന്നാലെ വീണ്ടും ഇതൊരു പരിപാടിയിലേക്ക് നയിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പരിപാടിയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇത് തന്നെയാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും ഇത്തരത്തിൽ അപകടം സംഭവിച്ച് ഇത്ര പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു എന്ന കാര്യം കൂടി നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ദുരന്തത്തിൽ ഇപ്പോൾ 47 പേരുടെ അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് നിലവിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ആശ്വാസമുള്ള വാർത്ത. ഇതിൽ BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി നിലവിൽ ഇപ്പോൾ BJP അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിൽ റിപ്പോർട്ട് IPL ചെയർമാനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് BCCI. എന്നാൽ IPL ചെയർമാൻ ഇക്കാര്യം അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് ആരെന്ന കാര്യം ഇപ്പോഴും അറിയില്ലെന്നാണ് നിലവിൽ ഇപ്പോൾ IPL ചെയർമാൻ അറിയിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച തന്നെ നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിടുന്നു. അല്ലെങ്കിൽ 35,000 ഇരിപ്പിടം മാത്രമുള്ള സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ 4 ലക്ഷത്തിലധികം ആളുകൾ എത്തിയ ഈ പരിപാടിയിൽ ആളുകളെ നിയന്ത്രിക്കാൻ വെറും 5,000 പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം വിന്യസിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉയർത്തുന്നുണ്ട്. എന്തായാലും 15 ദിവസത്തിനകം ഒരു അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഒരു വിശദീകരണം നേടുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. അർജുന.